Welcome to Libu's Trucking Life. Feel me. നമസ്കാരം എല്ലാവർക്കും. ലിബൂസ് ട്രക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടക്കാലങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തതിന് ശേഷം 1-2 വീഡിയോ പോസ്റ്റ് ചെയ്തു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ, എനിക്ക് കേട്ടിട്ട് വളരെയധികം ഒരു ഫീലിംഗ് തോന്നിയ ഒരു വീഡിയോ ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ട്രക്കിംഗ് ആണ്. ഈ ഒരു ബിസിനസ്സാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതൊരു ബെറ്ററായിട്ട് നമ്മൾ കണ്ടു, അങ്ങനെ പോകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു ട്രക്കിംഗ് ബിസിനസ്സിനെ മറ്റുള്ളവർ നോക്കി കാണുന്നതിൽ, ഈ ഒരു ഡ്രൈവിങ്ങിനെ മറ്റുള്ളവർ നോക്കി കാണുന്ന കാഴ്ചപ്പാടിനെയാണ് എനിക്ക് വളരെ ഒരു ഖേദകരമായിട്ട് തോന്നിയത്. അതായത് റീസെൻ്റ്ലി എൻ്റെ കൂടെ ഉള്ള ഒരു പയ്യൻ, അവൻ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. അവൻ നാട്ടിൽ നിന്നൊക്കെ കല്യാണമാലോചനയും കാര്യങ്ങളൊക്കെ വന്ന് ഒരുവിധമൊക്കെ ഒന്ന് സെറ്റായ സമയത്ത് അവൻ്റെ അതായത് കണ്ട പെൺകുട്ടിയുടെ വീട്ടുകാരോട് അവരുടെ റിലേറ്റീവ് ആരോ ഇതേ US തന്നെ ഉള്ളവർ പറഞ്ഞു കൊടുത്തു എന്ന് പയ്യൻ ട്രക്ക് ഓടിച്ച് നടക്കുന്ന ഒരുത്തനാണ്. അത് ലീഗലായിട്ടാണോ വന്നിരിക്കുന്നത്, ഇല്ലീഗലാണോ, എന്തുവാണെന്നൊന്നും അറിയില്ല, ഇങ്ങനെയുള്ള ഒരു ടോക്ക് അവിടെ. സോ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ട്രക്ക് ഓടിക്കുന്ന എന്ന് പറയുന്ന കാര്യം അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോബല്ല. അതിനും നമ്മളിവിടെ സ്കൂളിൽ പോയി പഠിച്ച് അതിൻ്റെ ലൈസൻസ് എടുക്കണം. നോർമൽ CDL ലൈസൻസ് കൊണ്ട് നമുക്ക് നോർമലായിട്ട് ട്രക്ക് ഓടിക്കാം. അതിനുശേഷം അതിനകത്ത് എൻഡോഴ്സ്മെൻറ്റുകളുണ്ട്. അതിനകത്ത് എൻഡോഴ്സ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡബിൾസ്, ട്രിപ്പിൾസ്, 2-3 ട്രെയിലറുകൾ കണക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹാസ്മാറ്റ്, അതുപോലെ തന്നെ ഈ ടാങ്കർ, ഹാസ്മാറ്റ് ടാങ്കർ എന്ന് പറയുന്ന പെട്രോളിയം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടാങ്കർ, ഇങ്ങനെ ഡിഫറെൻറ്റ് എൻഡോഴ്സ്മെൻറ്റുകളാണ്. ഈ എൻഡോഴ്സ്മെൻ്റ് ഒക്കെ എടുത്ത് ഈ ഹാസ്മാറ്റ് ഒക്കെ ഒരാൾ എടുക്കണമെങ്കിൽ ഈ അമേരിക്കയിൽ മിനിമം അവർ വന്നിട്ട് PR ആയിരിക്കും, പെർമനന്റ് റെസിഡൻ്റ് ആയിരിക്കും. അല്ലാതെ നോർമലി വന്ന ഒരു വർക്ക് പെർമിറ്റിലുള്ള ഒരാൾ ഹാസ്മാറ്റ് ലൈസൻസ് എടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയാതെ പോകും. അതുപോലെ തന്നെ ഈ ഒരു ഹാസ്മാറ്റിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് നമ്മുടെ ലൈസൻസിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പറ്റി നമ്മൾ ഇവിടെയും ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഏത് കൺട്രിയാണോ ആ കൺട്രിയുടെ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓരോന്നുകൂടി ചകഞ്ഞ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു ഹാസ്മാറ്റിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് തരത്തുള്ളൂ. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാസ്മാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 40 ടണ്ണോളം വരുന്ന വെയിറ്റ് കൊണ്ടുപോകുന്ന ഈ ഒരു ട്രെയിലറിന് എത്രമാത്രം ചിലപ്പോൾ എക്സ്പ്ലോസീവ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം. അതുകൊണ്ട് ആൾക്കാർ പോയി മിസ്യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അവർ അങ്ങനെ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെ വളരെ പുച്ഛമായിട്ട് കാണുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ആ ജോലിയുടെ എന്താണ് പ്രൗഢെന്ന് നിങ്ങൾക്കറിയില്ല. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ജോലിയെ വളരെ പ്രൗഢോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ള ഏതൊരു ജോലിയേക്കാളും ബെറ്ററായിട്ട് തോന്നുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ എനിക്കറിയാവുന്നവരുണ്ട്. ഡോക്ടേഴ്സും നേഴ്സസായിട്ട് വന്നിട്ടും എഞ്ചിനീയേഴ്സായിട്ട് വന്നിട്ടും ഒക്കെ ആ ജോലി കളഞ്ഞിട്ട്, അല്ലെങ്കിൽ IT ഫീൽഡ് പോലും വന്നിട്ട് കളഞ്ഞിട്ട് ഈ ഒരു ട്രക്കിംഗ് ഫീൽഡ്. ഇതിനകത്തുള്ള ഫ്രീഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാജാവാണ്. നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മളുടെയാണ് ഡിസിഷൻസ്. റോഡിൽ കൂടെ നമ്മൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളെ നമ്മൾ പാലിക്കുന്നതിനെ തുടർന്ന് ബാക്കിയുള്ള എന്ത് ഡിസിഷനും നമ്മളാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു കാറ്റ് വരുന്നു വരുന്നുണ്ടെങ്കിൽ, ഒരു ഐസുള്ള മേഖലയാണെന്നുണ്ടെങ്കിൽ, സ്നോയുടെ ഉള്ളത് അതുവഴി ഓടിക്കണോ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും. അല്ലാതെ ആരും നമ്മളോട് ഫോഴ്സ് ചെയ്യത്തില്ല, നിങ്ങൾ അതുവഴി പോയേ പറ്റത്തുള്ളൂ, നീ ഓടിച്ചേ പറ്റത്തുള്ളൂ, നീ അവിടെ എത്തിയേ പറ്റത്തുള്ളൂ എന്ന് ആരും പറയില്ല. ഒരു ഓണറും പറയില്ല. കാരണം ഈ ഓടിക്കുന്ന ഓരോ വണ്ടിയുടെയും വില ഏകദേശം വന്നിട്ട് ഇവിടെ ഒരു 200,000 അടുത്തോളം വരുന്നുണ്ട്.
കാര്യത്തിനോ പോയി പെട്ടിട്ട് ലോസ് ആകുക, അതുപോലെ തന്നെ പിന്നെ അതിനകത്ത് ഉണ്ടാവുന്ന ഗുഡ്സ് ഇതെല്ലാം വന്നിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വന്നിട്ട് ആരും ഫോഴ്സ് ചെയ്ത് നിങ്ങളെ കൊണ്ടൊരു ജോലി ചെയ്യുന്നില്ല. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്ന ജോലിയാണ്. ഈ പറയുന്ന മാത്രമുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇത് അത്ര സിമ്പിളായിട്ട് നിങ്ങൾ കാണാൻ. നാട്ടിലാണെങ്കിൽ ഇപ്പം വന്നിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരൊരു വളരെ ഉച്ചത്തോടെ ലോറി ഡ്രൈവർ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഫീൽഡുണ്ട്. അത് മാറ്റണം. അവരവർ ചെയ്യുന്ന ജോലിക്ക് അവരവർക്ക് റെസ്പെക്ട് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് റെസ്പെക്ട് കാണും, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് റെസ്പെക്ട് ഉണ്ട്. ഓക്കെ. പിന്നെ എസ്പെഷ്യലി അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിലല്ല, ഒരാൾ എങ്ങനെ ജോലി ചെയ്താലും അവൻ്റെ കാര്യങ്ങൾ നോക്കി കണ്ട് മുന്നോട്ട് പോകാനുള്ള അതിനുള്ള പണം ഉണ്ടാക്കുന്നുണ്ടോ, അവൻ്റെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അപ്പം അതുകൊണ്ട് ഈ ട്രക്ക് ഡ്രൈവർമാർക്ക് പെൺപിള്ളേരെ കൊടുക്കത്തില്ലെന്ന് പറയുന്നവരൊന്ന് ചിന്തിച്ചു കൊടുക്കുക. ഇവിടെ ആരെക്കാളും ഒട്ടും കുറവല്ല ട്രക്ക് ഡ്രൈവർമാർ ഒരു വർഷം ഉണ്ടാക്കുന്ന ഇയർലി അവരുടെ വരുമാനം. ഓക്കെ. മറ്റുള്ള ഏത് ജോലിക്ക് പോയാലും ഇത്രമാത്രം ഒരു ഫ്രീഡമോ ഇതനുസരിച്ചുള്ള ഒരു നല്ല ഒരു മൂവ്മെന്റ്സോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇനിയെങ്കിലും ഇങ്ങനെ പറയുന്നവരിത് പറയാതിരിക്കും. ഞാൻ ഇതിനകത്തൊരു പ്രത്യേക കാരണം പറയാനുണ്ട്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് എന്നെ കുറച്ച് ബന്ധുക്കൾ പറഞ്ഞിരുന്നു, ഈ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന കേസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറച്ച് ഇറക്കാനും ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയുന്നുണ്ട്. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഒന്നിനും പറയാതിരിക്കണം. അപ്പം മലയാളികളുടെ ഒരു പൊതുവേ ഉള്ളൊരു രോഗമാണിത്. എന്തെങ്കിലും അറിയത്തില്ലെങ്കിലും വെച്ച് കാച്ചുക, ആ പരിപാടിയൊക്കെ നിർത്തുക. ഇവിടെ വന്നിട്ട് അവരുടെ പാർട്ട്ണറിനെ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വന്നിട്ട് വൈഫായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്ന് ഡ്രൈവിംഗ് ചെയ്യുന്നവരുണ്ട്, മലയാളികളും ചെയ്യുന്നവരുണ്ട്. അവർ ആഷ് ചെയ്ത് അവരുടെ ആ ജോലി ചെയ്ത് തീർക്കുന്നു. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഇത് പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന ബിസിനസ് അല്ല. ഓക്കെ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ചേറെ നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള ചിന്താഗതികളെ ഒന്ന് മാറ്റി പിടിച്ചാൽ കുറച്ച് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ബാഡ് ഇംപ്രഷൻസ് കൊടുക്കാതിരിക്കുക. ഓക്കെ. മറ്റുള്ളവരുടെ ചെയ്യുന്ന ജോലികളെ പുച്ഛിച്ച് തള്ളുന്ന ആ ഒരു രീതി ഒന്ന് മാറ്റുക. ഈ ഒരു ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെതായ വിൽ പവർ വേണം. ഈ ഒരു രാജ്യത്ത് ഏകദേശം വന്നിട്ട് സൈനികർ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ട്രക്ക് ഡ്രൈവേഴ്സിനെയാണ് പറയുന്നത്. അമേരിക്കയുടെ ബാക്ക് ബോണാണ് ട്രക്ക് ഡ്രൈവേഴ്സ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ വന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ്